ഹായ് ഹലോ. ഞാനും മോനും കൂടെ അവൻ്റെ സ്കൂളിലേക്ക് സൈൻ ചെയ്യാനുണ്ടായിരുന്നു പ്രോഗ്രസ് കാർഡിൽ. അതിന് വേണ്ടിയിട്ട് പോവുകയാണേ. പാരൻറ്റ്സ് മീറ്റിങ്ങിന് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം ഇവനൊന്ന് ലീവായിരുന്നു. അവന് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട്, ഇഷ്യൂസ് എന്ന് പറഞ്ഞൊന്നുമില്ല, തണുപ്പ് പിടിച്ചതുകൊണ്ട് അവനൊന്ന് പോയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റയ്ക്കല്ല, എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു കൂട്ടുണ്ടാകുമ്പോൾ നല്ല സുഖമല്ലേ, നമുക്കിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ നമുക്കന്ന് അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അവനും പോയിട്ട് വന്ന്. പിന്നെ എനിക്ക് കുറച്ച് മാന്ത കിട്ടിയിട്ടുണ്ടായിരുന്നു. നങ്ക്, മാന്തൽ, അങ്ങനെ എന്തൊക്കെയോ പറയും. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാനത് വന്നതും ഡ്രസ്സൊക്കെ മാറിയിട്ട് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയും മുളക് പൊടി, മഞ്ഞൾ പൊടി, ചെറിയുള്ളി, ഇഞ്ചി, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നല്ലോണം അരച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മാന്തൽ കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ച്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് മുളക് പുരക്കിയിട്ട് അവിടെ മാറ്റി വെച്ച്. പൊരിക്കുന്ന സമയത്ത് എടുത്താൽ മതിയല്ലോ. അതേ ചട്ടി തന്നെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലോണം കൈവച്ച് ഞെരടി അരപ്പൊഴിച്ചിട്ട് പുളിയും പിഴിഞ്ഞ്, ആവശ്യത്തിന് പുളിയും പിഴിഞ്ഞ്, വെള്ളമൊക്കെ ആവശ്യത്തിനുള്ളതൊക്കെ നോക്കിയിട്ട് ഞാൻ അടുപ്പത്ത് വയ്ക്കലുണ്ട്. കറി നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് മാന്തയല്ലേ അന്നേരം അത് പിന്നെ അതിന് അത്ര വലിയ വേവൊന്നുമില്ല. നല്ലോണം കറി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ മാന്തളൊക്കെ അതിലെടുത്തിട്ടിട്ട് സ്പൂൺ വെച്ച് ഇളക്കുകയേ ചെയ്യരുത്. സ്പൂൺ വെച്ച് ഇളക്കിയിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. ഇനി നമ്മൾ തുണിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാം. അങ്ങനെ ചുറ്റിച്ച് കഴിഞ്ഞിട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ലേശം നല്ല പച്ച ഫ്രഷ് കറിവേപ്പില നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പറിച്ചാണെങ്കിൽ ഇടാം. എൻ്റെ കറിയിൽ എപ്പോഴും കറിവേപ്പില കൂടിയതെല്ലാം ഉണ്ടാവുക. എനിക്ക് ഭയങ്കര ഇഷ്ടം.